ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. US ഇറാൻ ടെൻഷൻ സൃഷ്ടിച്ചിട്ടുള്ള ആശങ്കകൾക്കിടയിൽ ഇന്ന് നിഫ്റ്റി ഒരു 30 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെയാണ് തുടങ്ങിയത്. പിന്നീട് 25,873 എന്ന ഹൈ പോയെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. വീണ്ടും അത് താഴോട്ടേക്ക് വന്നിട്ട് പഴയ ലെവലിലേക്ക് എത്തിയതായിട്ട് കാണാം. അപ്പോൾ ഗ്ലോബൽ ക്യൂസ് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ ആയിരുന്നു നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ ഇറാൻ US വാർ എസ്കലേഷൻ, അവിടെ ട്രംപ് ഒരു ടേൺ എടുക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ മുന്നിലുള്ളത്. US സ്പെഷ്യൽ എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക, അല്ലാതെ ഒരു മിലിറ്ററി ആക്ഷനിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടാണ് മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇറാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗൾഫ് നാഷൻസിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് നിലവിൽ ഈ ഒരു US ഇറാൻ ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാറിലേക്ക് ഈ ഒരു ടെൻഷൻ പോവുകയാണെങ്കിൽ അത് ആ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ തോതിലുള്ള നെർവസ്നെസ് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ US നല്ല റിലേഷനിലുള്ള സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ബിഹൈൻഡ് ദ സീനിൽ ഇടപെട്ടതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത്. കൂടാതെ ഖത്തറും ഒമാനും അവരും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ട്രംപുമായിട്ട് അമേരിക്കൻ ഒഫീഷ്യൽസുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രംപിനെ ഈ ഒരു മിലിറ്ററി ആക്ഷനിൽ നിന്നും പിറകോട്ട് വലിച്ചത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ രീതിയിൽ ഈ ഒരു ടെൻഷൻ മയപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ക്രാഷ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ താഴേക്ക് വന്നിരുന്നു. എന്നാൽ ഇന്ന് അത് ഒരു സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. കാരണം WTI ക്രൂഡ് 60-ൽ താഴെ വരികയും ബ്രന്റ് ക്രൂഡ് 63 ലെവലിൽ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായത്. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നിഫ്റ്റിയിൽ വമ്പിച്ച സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പിലും ഒക്കെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ആണ് ഇന്ന് എല്ലാ സെക്ടറുകളെയും ഓവർകം ചെയ്തുകൊണ്ട് ഏകദേശം 3% ഒരു വമ്പിച്ച റാലി നടത്തിയത്. അപ്പോൾ വളരെയധികം അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന IT സ്റ്റോക്കുകളിൽ ഈ ഒരു റാലിക്ക് കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഇൻഫോസിസിന്റെ റിസൾട്ടിനോടനുബന്ധിച്ച് വന്ന ഗൈഡൻസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയായ ഇൻഫോസിസ് അവരുടെ ഫുൾ ഇയർ റവന്യൂ ഗ്രോത്ത് ഫോർകാസ്റ്റ് 3% മുതൽ 3.5% വരെ ഉയരുമെന്ന് പറഞ്ഞത് അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ പ്രീവിയസ് എസ്റ്റിമേറ്റ് ആയിട്ട് 2 to 3%-നേക്കാൾ കൂടുതലാണ്. കൂടാതെ ഇതിനു മുമ്പ് റിസൾട്ട് വന്ന TCSും HCL ടെക്കുമൊന്നും ഈ രീതിയിലുള്ള ഒരു ഗൈഡൻസ് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫോസിസിൽ കംപ്ലീറ്റ് ഫോക്കസ് തിരിയാൻ അതൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇൻഫോസിസ് പറയുന്നത് അവരുടെ ഡിമാൻഡ് വളരെ ഹെൽത്തി ആയിട്ട് തുടരുകയാണെന്നും അവരുടെ ക്ലയൻറ്റുകൾ ടെക്നോളജി സ്പെൻഡിങ് അതിൽ പുതിയ മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ടെന്നും പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സർവീസസ് ബിസിനസ്സിലുള്ള അവരുടെ ഗ്രോത്ത് അതിൻ്റെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ US ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫോസിസിൻ്റെ ADRൽ 10% കൂടുതലുള്ള റാലി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഇൻഫോസിസിൻ്റെ ഗൈഡൻസിൽ പറയുന്നത് അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പുതിയ കുറേ ഡീൽസ് അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മേജർ ഇന്റർനാഷണൽ കമ്പനികളായിട്ടുള്ള അഡോബ്, ജർമ്മൻ ഗ്രൂപ്പായിട്ടുള്ള സീമെൻസ് AG പോലെയുള്ള കമ്പനികളുമായിട്ട് ഇത്തരത്തിലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഗ്രിമെന്റ്സ് ആണ് ഇവർ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫോസിസിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അത് മറ്റ് സ്റ്റോക്കുകളിലേക്കും സ്പ്രെഡ് ചെയ്തതായിട്ട് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിഫ്റ്റി ITയിലെ 10 സ്റ്റോക്കുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ക്ലോസിംഗ് നടന്നിട്ടുള്ള ഇൻഫോസിസിൽ തന്നെയാണ് 5% കൂടുതലുള്ള ഒരു ഗെയിൻ നേടുകയുണ്ടായി. കൂടാതെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസിലും ടെക് മഹീന്ദ്ര, LTI മൈൻട്രി, എൻഫോസിസ് പോലെയുള്ള സ്റ്റോക്കുകളിലും വമ്പിച്ച മുന്നേറ്റം ഉണ്ടായി. കൂടാതെ കോഫോജ്, വിപ്രോ, HCL ടെക്, TCS, പെർസിസ്റ്റന്റ് സിസ്റ്റം പോലെയുള്ള സ്റ്റോക്കുകളിലും ഇന്ന് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് മറ്റൊരു സെക്ടർ നമ്മൾ എടുത്തു പറയേണ്ടത് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ് ആണ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സും സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസും അടങ്ങിയ ഈ ഒരു ഇൻഡെക്സിൽ പല സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. മൊത്തത്തിൽ ഈ ഒരു തീമാറ്റിക് ഇൻഡെക്സ് 1%-നും കൂടുതലായിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്ന് നടത്തിയതായിട്ടും കാണാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വന്ന 3 കമ്പനികളുടെ റിസൾട്ടാണ് ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏഞ്ചൽ വൺ, ഗ്രോ, അതേപോലെ ആനന്ദ് രതി പോലെയുള്ള കമ്പനികളുടെ റിസൾട്ട് അത് മാർക്കറ്റ്
എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് വന്നതായിട്ട് കാണാം. അവിടെ എടുത്തു പറയേണ്ടത് ഏഞ്ചൽ വൺ അവരുടെ റിസൾട്ടിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ചില സുപ്രധാന കോർപ്പറേറ്റ് അനൗൺസ്മെന്റുകളാണ്. ഇപ്പോൾ ഏഞ്ചൽ വണ്ണിന്റെ റിസൾട്ടിൽ 4% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ റവന്യൂവിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കമ്പനി റിസൾട്ടിനോടനുബന്ധിച്ച് 23 രൂപയുടെ ഒരു ഡിവിഡൻഡും പ്രഖ്യാപിച്ചതായിട്ട് കാണാം. അതുകൂടാതെ 1:10 എന്നുള്ള അനുപാതത്തിലുള്ള ഒരു ഷെയർ സ്പ്ലിറ്റും ഏഞ്ചൽ വൺ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 2000 രൂപയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഏഞ്ചൽ വൺ ഇത്തരത്തിലുള്ളൊരു സ്പ്ലിറ്റ് വരികയാണെങ്കിൽ 200 രൂപ റേഞ്ചിലേക്കൊക്കെ അത് ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആകും. അപ്പോൾ ഈ ഒരു 23 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 21 ഫെബ്രുവരി 13 ഈ ഒരു ഡിവിഡൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകളിലേക്ക് വരിക. അതേപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല, അത് പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് നമുക്ക് എക്സ്ചേഞ്ച് ഫയലിൽ കാണുന്നത്. അപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഇയർ ഓൺ ഇയർ റവന്യൂവിൽ 5.76% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 11% വമ്പിച്ച ഒരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 26% ഒരു ഗെയിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ വളരെയധികം പോസിറ്റീവ് ആവാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് സൂചിപ്പിക്കുന്നത് അവരുടെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വലിയ തോതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. കൂടാതെ ക്ലയൻറ്റ് ആക്ടിവിറ്റി വളരെ ഹയർ ആവുകയും അതുപോലെ കോൺട്രിബ്യൂഷൻസ് വളരെ സ്ട്രോങ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഉള്ള മ്യൂച്വൽ ഫണ്ടും അതുപോലെ ക്രെഡിറ്റ് ഓപ്പറേഷനിലും ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റിയാണ് അവർ ഷോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കമ്പനി ഏകദേശം 23 ലക്ഷത്തിൻ്റെ SIP അക്കൗണ്ടുകൾ തുറന്നതായിട്ടാണ് അവരുടെ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൽ അവരുടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ സ്റ്റഡി ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. കൂടാതെ ക്രെഡിറ്റ് ഡിസ്പേഴ്സലും വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 55% ക്വാർട്ടർ ഇൻക്രീസ് ആണ് ഈ ഒരു ക്രെഡിറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ലെൻഡിങ് പ്രൊഡക്റ്റുകളിലും ഇവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. കൂടാതെ ഇവരുടെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ഏകദേശം 9 പുതിയ സ്കീമുകളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇപ്പോൾ 470 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ആയിട്ടുള്ള ഗ്രോ, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫിൻടെക് കമ്പനി, നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ് എന്ന പേരിലാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. ഇവരുടെ ഒരു റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 24% ഒരു റവന്യൂ ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിൽ പക്ഷേ ഇയർ ഓൺ ഇയറിൽ 27% ഡൗൺ ആണ്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റവന്യൂ 19% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 16% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിലാണ് ഈ ബ്രോക്കറേജ് കമ്പനികളിൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻ വലിയ തോതിൽ വർദ്ധിച്ചത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഏഞ്ചൽ വണ്ണിലും ഇതേ രീതിയിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലാണ് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു വർധനമാണ് അതിലുണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ അടുത്ത കാലത്തിൽ ചെയ്യപ്പെട്ട ഫുൾ സർവീസ് ബ്രോക്കിംഗ് കമ്പനി ആയിട്ടുള്ള ആനന്ദ് രാധി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റഡ്, അതിൻ്റെയും റിസൾട്ട് വന്നിരുന്നു. അതും എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കാണുക. ഇയർ ഓൺ ഇയറിൽ 21%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 77%ൻ്റെയും വർധനമാണ് ഈ സ്റ്റോക്കും കാണിച്ചിട്ടുള്ളത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 9% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 32% വർധനവുമാണ്. ഈ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഈ റിസൾട്ട് മറ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവയുടെയൊക്കെ റിസൾട്ട് ലാസ്റ്റ് ക്വാർട്ടർ മെച്ചപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ ഇന്ന് നിഫ്റ്റി 500 കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവിടെ ടോപ്പ് ഗെയിനറായിട്ട് നമ്മൾ കാണുന്നത് ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ അവിടെ ഒരു 10% മൂവാണ് ഫെഡറൽ ബാങ്കിൽ ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രോഫിറ്റിൽ 15% ഇയർ ഓൺ ഇയർ വർധനമാണ്. സെയിൽസിലും 1% കൂടുതലുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 2% കൂടുതലുള്ള വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 10% കൂടുതലുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മോശമല്ലാത്ത ഒരു റിസൾട്ടാണ് ഫെഡറൽ ബാങ്കും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ലോണുകളിൽ നിന്ന് നേടുന്ന ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റും, അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. അതിപ്പോൾ 881 കോടിയായിട്ടാണ് Q3 കാണുന്നത്. ഇതേ വർഷം കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 869 കോടിയായിരുന്നു. അതുപോലെ അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഏകദേശം 23 ബേസിസ് പോയിന്റിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട്. കൂടാതെ ഇയർ ഓൺ ഇയറിൽ 1.72% ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA 7 ബേസിസ് പോയിന്റ് ഇയർ ഓൺ ഇയറിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്വാളിറ്റിയാണ് നമുക്ക് ഫെഡറൽ ബാങ്കിൽ കാണാൻ കഴിയുന്നത്. അതും ഈ സ്റ്റോക്കിൽ വമ്പിച്ച ഒരു ബൈങ് ഡിമാൻഡ് ഇന്ന് ഉണ്ടാക്കിയതായിട്ട് കാണാം. ഇത് കൂടാതെ
അവർ എയ്ജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ടും കമ്പനി പറഞ്ഞതായിട്ട് കാണാം. അവർ 26% നിന്ന് അത് 30% അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി 20 DMA ക്രോസ് ചെയ്യാൻ പറ്റാതെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. നമുക്കറിയാം 26,000 ലെവലിന് അടുത്താണത്. അപ്പോൾ ആ ഒരു ലെവലിൽ ശക്തമായ റെസിസ്റ്റ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഓവറോൾ നമ്മൾ കഴിഞ്ഞ 2 മാസത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 25,700 എന്നുള്ളതാണ് ഒരു ആവറേജ് പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു 25,700 ഒരു പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നിന്നതായിട്ട് കാണാം. അതുപോലെ നമ്മൾ വീക്ക്ലി ക്യാൻഡിലുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു തീരുമാനം എടുക്കാനാകാതെ മുകളിലോട്ടേക്ക് പോകണോ താഴോട്ടേക്ക് പോകണോ എന്ന രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് മൊത്തത്തിൽ ആ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോഴും 26,000 എന്ന ലെവലാണ് കാണുന്നത്. പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,700 അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് 25,500 അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് ഈ ഒരു ലെവലിൽ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.